ഹായ് കൂട്ടരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കിന്ന് കല്ലുമ്മേക്കായ കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ തയ്യാറാക്കി നോക്കിയാലോ? അപ്പോൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ കല്ലുമ്മേക്കായ അങ്ങനെ തന്നെ ഷെല്ലിൻ്റെ അകത്ത് എടുത്ത് നേരെ ഫ്രൈ ചെയ്തെടുക്കുകയല്ലോ കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിതിന് ഒരു ചെറിയ ഒരു പരിപാടിയൊക്കെ ചെയ്ത് അതേപോലെ തന്നെ മസാലയൊക്കെ ഇട്ട് മാരിനേറ്റൊക്കെ ചെയ്ത് വളരെ സ്പെഷ്യലായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ കണ്ടോ? നമ്മൾ സാധാരണ രീതിയിൽ തന്നെ ചെയ്യുന്നത് പോലെ തന്നെ ചട്ടിയടപ്പത്തേക്ക് വെച്ചു, കല്ലുമ്മക്കായ ഇട്ടു, ഒരു തരി വെള്ളം പോലും ഒഴിക്കാതെ ഇവനെ ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് തന്നെ ഇത് ഏകദേശം വെന്ത് കിട്ടും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യാൻ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമൊന്നും ആവി കയറ്റേണ്ട കാര്യമൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ എടുക്കാം. അതല്ല, നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം തന്നെ ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് മസാലയൊക്കെ പുരട്ടി നമുക്കിവനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് നമ്മൾക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി, അതേപോലെ ചുവന്നുള്ളി, മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി, അതൊക്കെ എല്ലാം നമ്മൾക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മളുടെ എരിവും പുളിയും ഒക്കെ നോക്കിയിട്ട് വേണം ഓരോ മസാല കൂട്ടുകളും ചേർത്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെക്കുക. അപ്പോൾ മാരിനേറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാലകളെല്ലാം നല്ലപോലെ അങ്ങോട്ട് പെരട്ടി അങ്ങോട്ട് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ കല്ലുമ്മക്കായ എടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലുമ്മക്കായ വളരെ ചെറിയ ചെറിയ പീസായിട്ട് കീറി കീറി എടുത്തിരിക്കുന്നത്, അതായത് കൈകൊണ്ട് തന്നെയാണ് കീറി കീറി എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായയുടെ ഇതേപോലെ അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കാം. അതിനുശേഷം ചെറിയ ഫ്ലെയിം വെച്ചിട്ട് ആദ്യം തന്നെ ഇവനെ ഒന്ന് അടുക്കി പിടിക്കാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കീറി വെച്ചിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ തയ്യാറാക്കിയെടുക്കുന്നത്. പിന്നീട് ഇളക്കി കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗവും ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്നത് പോലെ നമുക്ക് ഇവനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ കല്ലുമ്മക്കായ ഫ്രൈ തയ്യാറായിട്ടുണ്ട്.